അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അതിൽ ഫസ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്, റൈറ്റ് ടു ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അതായത് ലിക്വിഡും ഗ്യാസും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ആണ് ഉള്ളതെന്നാണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ലിക്വിഡ്സ് അതുപോലെ ഗ്യാസസ് ഇവ തമ്മിൽ എന്താണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ലിക്വിഡ് എന്താണ്? ഇൻകംപ്രസിബിൾ ആണ്. ലിക്വിഡ് എന്താണ്? ഇൻകംപ്രസിബിൾ ആണ്. അതുപോലെ അപ്പോൾ ഗ്യാസ് എന്തായിരിക്കും? ഗ്യാസ് നമുക്ക് എന്ത് ചെയ്യാം? കംപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ ലിക്വിഡിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുണ്ട്? ലിക്വിഡ് ഹാസ് ഫ്രീ സർഫസ് ഓഫ് ഇറ്റ്സ് ഓൺ. ലിക്വിഡ് ഹാസ് ഫ്രീ സർഫസ്, അതിന് അതിൻ്റേതായിട്ടുള്ള ഫ്രീ സർഫസ് ഉണ്ട്. ഗ്യാസിന് എന്തില്ല? നോ ഫ്രീ ഫ്രീ സർഫസ് ഇല്ല. ഗ്യാസിന് ഫ്രീ സർഫസ് അവൈലബിൾ ആയിട്ടില്ല. ഇതാണ് ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പഠിക്കാനുള്ളൊരു ടേമാണ് പ്രഷർ. പ്രഷർ എന്താണ്? പ്രഷർ എന്താണെന്ന് നമുക്കറിയാം. ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് എന്ത്? പ്രഷർ എന്ന് പറയുന്നത്. അതായത് പ്രഷർ പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് ഞാൻ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടി പ്രഷർ ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ എന്ന് കിട്ടി. അതുപോലെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. പ്രഷർ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് പ്രഷർ എന്താണ്? ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്? അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്? അല്ലെങ്കിൽ ഒരു ATM പ്രഷർ എന്താണ്? പ്രഷർ എക്സേർട്ടഡ് അറ്റ് pressure exerted by the atmosphere at sea level. ഒരു സീ ലെവലിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുക. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഒരു ATM എന്നുള്ളതിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് നോക്കേണ്ടത്. 1 ATM ഈസ് ഈക്വൽ ടു 1.013 ഇൻറ്റു 10⁵ പാസ്കൽ. ഇതാണ് എന്ത്? ഒരു ATM പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രോബ്ലമൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് ഡെൻസിറ്റി എന്താണ്? നമുക്ക് നോക്കാം. ഡെൻസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? റോ ആണ് ഡെൻസിറ്റിന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്നാണ്. ഡെൻസിറ്റി എന്താണ്? മാസ് ഒക്യുപ്പൈങ് പെർ വോളിയം. അതായത് മാസ് പെർ വോളിയം ആണ് എന്ത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് റോ ഈസ് ഈക്വൽ ടു m/v. ഒരു വോളിയത്തിൽ എത്ര മാസ് ഉണ്ട് അതാണ് എന്ത്? മാസ് പെർ വോളിയം. അതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പഠിക്കുന്ന ടേമാണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് നോക്കാം. റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് divided by density of water at 4 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്മളെടുക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിയും അതുപോലെ വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്ര ടെമ്പറേച്ചറിൽ? 4 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വാട്ടറിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള
റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വിളിക്കുക. നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി അതുപോലെ വാട്ടറിൻ്റെ ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലത്തിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന ആബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ആബ്സല്യൂട്ട് പ്രഷർ P is equal to PA plus rho GH. PA plus rho GH. അതുപോലെ എക്സ്പ്രഷൻ ഫോർ ഗോജ് പ്രഷറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഗോജ് പ്രഷർ എങ്ങനെ കാണാമെന്ന് വെച്ചാൽ ഗോജ് പ്രഷർ P minus PA is equal to rho GH. ഇതാണ് എന്ത്, ഗോജ് പ്രഷർ. ഇത് ആബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഇക്വേഷൻ. ഇത് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ ആവശ്യം വരും. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ swimmer 10 meter below the surface of the lake, അതായത് ഒരു സ്വിമ്മർ ഉണ്ട്, അയാൾ എന്താണ്, ആ ലേക്കിൻ്റെ സർഫസിൽ നിന്ന് 10 മീറ്റർ താഴെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു ലേക്ക് ഉണ്ട്. ഇതാണ് ലേക്കിൻ്റെ സർഫസ് എന്ന് പറയുന്നത്. ഇവിടെ സ്വിമ്മർ ഉണ്ട്. സ്വിമ്മർ എന്താണ്, ലേക്കിൻ്റെ സർഫസിൽ നിന്ന് 10 മീറ്റർ താഴെയാണ്. അങ്ങനെ ഈ 10 മീറ്റർ താഴെയാവുമ്പോൾ ഇയാളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ അതാണ് നമുക്കെന്ത് കാണേണ്ടത്, ഇവിടെ കാണേണ്ടത്. അപ്പോൾ നമുക്കിനി തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. അതായത് ഇവിടെ ഹൈറ്റ് എത്ര തന്നിട്ടുണ്ട്, ഹൈറ്റ് 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഡെൻസിറ്റി, വാട്ടറിൻ്റെ ഡെൻസിറ്റി നമ്മൾക്കറിയണം, എന്താണെന്ന് വെച്ചാൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ലേക്കാണ്, ലേക്കിൽ എന്താണ് വാട്ടർ. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി നമ്മൾ പഠിക്കേണ്ട ഒരു വാല്യൂ ആണ്, ബൈ ഹാർട്ട് ആക്കേണ്ട വാല്യൂ ആണ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്തെടുക്കും, G is equal to എത്രയായിട്ട് എടുക്കും, അപ്രോക്സിമേറ്റ് 9.8 ആണ് വാല്യൂ ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മളിവിടെ അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു 10 എടുക്കും, ജിയുടെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ആബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, നമുക്കറിയാം P is equal to PA plus rho GH. P is equal to PA plus rho GH എന്നുണ്ടായിരുന്നു. ഇവിടെ PA എന്ന് പറയുന്നത് 1.01 into 10⁵ ഒരു പാസ്കലിൻ്റെ വാല്യൂ ആണ്. 1.1 into 10⁵ പ്ലസ് ഡെൻസിറ്റി എത്രയാണ്, 1000 ആണ്. അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 10 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് അതും 10 ആണ്. നമ്മൾ ആബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഇക്വേഷനിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസൊക്കെ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്രോക്സിമേറ്റ്ലി P is equal to അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 2 atm എന്ന് ഫൈനൽ വാല്യൂ കിട്ടും. 2 atm എന്ന് ഫൈനൽ വാല്യൂ കിട്ടും. ഇതാണ് ആ സ്വിമ്മറിൽ ഉണ്ടാവുന്ന പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്ന വാല്യൂസൊക്കെ എടുത്തെഴുതി, എന്നിട്ട് നമ്മൾ പഠിച്ച ആബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഇക്വേഷനിൽ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അപ്രോക്സിമേറ്റ്ലി ഒരു 2 atm എന്നുള്ളൊരു വാല്യൂ ഇവിടെ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക.
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതി പഠിക്കണം.